നൂഡിൽ ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് മൈലൻഡിലാണ്. എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് കാർട്ടിങ്. ബാക്കി അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഞാനിപ്പോൾ എൻട്രൻസിലാണുള്ളത്. ട്രാക്കൊക്കെ പുറത്ത് നിന്നാൽ നോക്കിയാൽ കാണാം. വലിയ ട്രാക്കൊക്കെ ഇവിടെ കോമ്പറ്റീഷനൊക്കെ നടക്കുന്ന ഒരു ഏരിയ എന്ന് തോന്നുന്നു കണ്ടിട്ട്. ലോക്കലായിട്ടൊക്കെ ഉള്ള കോമ്പറ്റീഷനാണ്. നോർമൽ കോമ്പറ്റീഷൻ നമുക്ക് അറിയത്തില്ല കേട്ടോ ഡീറ്റെയിൽ ആയിട്ട്. ഫസ്റ്റ് ടൈം വരുമല്ലേ നമ്മള്? ഫസ്റ്റ് ടൈം വരുമല്ലേ, അപ്പോൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. എല്ലാം കൂടെ കേട്ടപ്പോ എനിക്ക് പേടിയാൻ തുടങ്ങി. ചില്ലായിട്ട് വന്നായിരുന്നു. ഇപ്പൊ ഇവര് ഇതെല്ലാം പറയുന്നത് എനിക്ക് പേടിയുണ്ട് കേട്ടോ. നമ്മുടെ ഉള്ളിൽ ലക്ഷ്യം നടുക്കത്തെ സിമ്പിൾ നമ്പർ 1. ഞാൻ ആ സിമ്പിളെ വന്ന് നിൽക്കുമ്പോ ഇച്ചിന് സന്തോഷാവോ? ലുക്ക്. Okay, drivers, I'm gonna send you off for your first race. Remember, do not stop on the grid. Take easy your first. The neon signs light up the night. Electric hearts in a city so bright. We're chasing dreams through pixel streams, dancing shadows under glowing beams. Let the rhythm take control. Feel the beat, ignite your soul. Colors flash, they paint the air. Hold the moment, nothing compares. Skyscrapers hum a steady tune. Stars colliding under the moon. Our laughter echoes citywide, a symphony where hearts collide. അങ്ങനെ നമ്മുടെ പ്രോ ഡ്രൈവർ വന്നെത്തിയിരിക്കുകയാണ്. റേസിംഗ് മാസ്റ്റർ ദിവ്യ മോഹൻ. അങ്ങനെ ഞങ്ങളുടെ കാർട്ടിങ് കഴിഞ്ഞു. ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആണ്. ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരും പോകണം.
ഞാൻ വിചാരിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഡ്രൈവ് ചെയ്ത് പോകാൻ പാടായിരിക്കും എന്ന്. പക്ഷേ നല്ല ഫിനിഷിങ് ചെയ്യാൻ പറ്റി. മിച്ചം ഫസ്റ്റ് അടിച്ചു, ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ പറയുക, 10 ഔട്ട് ഓഫ് 10 കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ. എക്സ്പീരിയൻസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ എന്ന് ഞാൻ പറയും. ഞങ്ങൾ പോയ ലൊക്കേഷൻ ഐലൻഡാണ്. എവിടെയെങ്കിലും നിങ്ങളുടെ അടുത്ത പരിസരത്തൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ പോയാൽ നമുക്ക് നന്നായി എൻജോയ് ചെയ്ത് വരാൻ പറ്റും.